ഹലോ, നമുക്കൊന്നൊരു സ്റ്റേക്കേഷൻ്റെ വീഡിയോ കണ്ടാലോ? ജൂൺ 23 ഞങ്ങളുടെ 3rd വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു ചെറിയൊരു ട്രിപ്പ് പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും ബസ്സും അച്ചുമായിട്ട് ആദ്യമായിട്ടാണ് ഒരു ലോങ് ട്രിപ്പ് പോകുന്നത്. വർക്കലയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാനും അച്ചും 1-2 തവണ സ്റ്റേക്കേഷന് പോയിട്ടുണ്ട്. ബസ്സുമായിട്ട് ഇത് ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. എനിക്ക് എത്ര പോയാലും മടുക്കാത്തൊരു പ്ലേസാണ് വർക്കല. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് പോയത്. ഇതാണ് നമ്മൾ പോയ റിസോർട്ട്. 2 മണിക്ക് ചെക്ക് ഇൻ ചെയ്യണേ ഞങ്ങൾ എത്തിയപ്പോഴേക്കും 4 മണിയായി. പക്ഷേ ബീച്ച് സൈഡ് ആയതുകൊണ്ട് 4 മണി എന്നുള്ള ടൈം നല്ല സെറ്റ് ടൈമായിരുന്നു. അപ്പോൾ ഇതാണ് റൂമും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള റൂമായിരുന്നു. പുറത്ത് ആംബിയൻസും നല്ലതായിരുന്നു. അപ്പോൾ കുറച്ച് സമയം നമ്മൾ റെസ്റ്റൊക്കെ എടുത്തിട്ട് ബീച്ചൊക്കെ കാണാൻ പോകാമെന്ന് വിചാരിച്ചു. ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, കാരണം കടലിങ്ങനെ കയറി കിടക്കുന്നതുകൊണ്ട് അതിനൊന്നും അലോ ചെയ്യത്തില്ല. പക്ഷേ പുറത്തുനിന്ന് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. സീസൺ ടൈം അല്ലെങ്കിൽ പോലും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുറേ സമയം അവിടെ ഊഞ്ഞാലിരുന്ന് എൻജോയ് ചെയ്തു. കാരണം അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബീച്ച് കാണാം. അപ്പം കുറേ സമയം അതിലിരുന്ന് പിന്നെ പുറത്തേക്കൊക്കെ വന്ന് ഈ ബീച്ചും അവിടുത്തെ വൈബൊക്കെ കുറേ സമയം ആസ്വദിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബീച്ച് എന്ന് പറയുന്നത്. എത്ര പോയാലും മടുക്കാത്ത സ്ഥലം ബീച്ചാണ്. അപ്പോൾ എസ്പെഷ്യലി വർക്കല എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള സ്ഥലമാണ്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഒരു സ്റ്റേക്കേഷന് വന്നത് ഇവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടെ ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ ഞങ്ങൾ കുറേ സമയം ഇരുന്നിട്ട് പിന്നെ താഴേക്കൊക്കെ പോയി ബീച്ചിൻ്റെ സൈഡൊക്കെ പോയിട്ട് പിന്നെ വീണ്ടും റൂമിലേക്ക് വന്നു. പിന്നെ കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് കുറച്ചുകൂടെ നൈറ്റൊക്കെ ആയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് എൻ്റെ മുന്നേ അടിപൊളിയാണ്. അപ്പോൾ കുറേ സമയം നൈറ്റ് വ്യൂ ഒക്കെ ആസ്വദിച്ചു. ഈ പാട്ടും മ്യൂസിക്കും ബീച്ചും ഒരു പ്രത്യേക രസമാണ്. പിന്നെ റിസോർട്ട് നൈറ്റ് കാണാൻ അടിപൊളിയായിരുന്നു, ലൈറ്റ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് അവിടുത്തെ കഫേയിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ഓർഡർ ചെയ്ത് റൂമിലിരുന്ന് കഴിച്ചാൽ ആ ഒരു സുഖം കിട്ടത്തില്ല. അവിടുത്തെ കഫേയിലും ആ ഒരു ബീച്ചിൻ്റെ വ്യൂവിലിരുന്ന് കഴിച്ചാലേ ആ ഒരു സുഖം കിട്ടത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ കഫേയിൽ തന്നെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വലിയ കത്തി റേറ്റൊന്നും അല്ല, കുഴപ്പമില്ലാത്ത റേറ്റായിരുന്നു. ഞങ്ങൾ എപ്പോൾ വന്നാലും ഈ ഒരു കഫേയിൽ തന്നെയാണ് മിക്കവാറും പോകാറുള്ളത്. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ബസ് കുറച്ച് അലമ്പുണ്ടായിരുന്നു, എങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് മാനേജ് ചെയ്തു. ബീച്ചും ഈ കടലൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ കുറേ സമയമൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു. ആ ഒരു വൈബിലിരുന്ന് തന്നെ ഫുഡ് കഴിക്കാൻ പറ്റി. കടൽ കണ്ട് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ ഒരു സീറ്റൊക്കെ ഒപ്പിച്ച് ഞങ്ങൾ അവിടെ ഇരുന്ന് തന്നെ കഴിച്ചു. ഈ ലൈറ്റ്സും ഈ നൈറ്റ് വ്യൂവും കൂടെ ആയതുകൊണ്ട് നല്ല രസമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ വർക്കല ബീച്ചിലേക്ക് പോയി. അവിടെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ബലിയിടുന്നതിൻ്റെയൊക്കെ. അപ്പോൾ കുറേ സമയം അവിടെ നിന്ന് കാലൊക്കെ നനച്ചിട്ടാണ് ഞങ്ങൾ പോയത്. കാരണം മറ്റേ റിസോർട്ടിൻ്റെ സൈഡ് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്ന് ബീച്ചൊക്കെ കണ്ടിട്ടാണ് പോയത്. ഇവിടെ ആകുമ്പോൾ നമുക്ക് കാലൊക്കെ നനയ്ക്കാൻ പറ്റുമല്ലോ. അങ്ങനെ കുറേ സമയം അവിടെ നിന്നിട്ട് പോന്നു. ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നല്ല അടിപൊളി മഴയായിരുന്നു. പിന്നെ മഴയൊക്കെ മാറിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.